ഹായ് മൈ ഡിയർ പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്, നമ്മൾ മെയ് മാസത്തിലാണ് നിൽക്കുന്നത്. ക്ലാസ് 10 റിസൾട്ടുകൾ CBSE, ICSE സ്റ്റേറ്റ് സിലബസ് റിസൾട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നമ്മളുടെ പേരൻസ്, നമ്മളുടെ കുട്ടികളെല്ലാം ആകാംക്ഷാഭരിതരാണ്. കാരണം +1 +2 തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണ്. നമുക്ക് ഒരു മാറ്റവും സംഭവിച്ചുകൂടാ. ഏറ്റവും നല്ലതേതോ അതാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഇന്ന് ഈ സെഷനിൽ എന്താണ് നമ്മുടെ ഈ സാധ്യതകളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ വെങ്കടേഷൻ ആറാണ്. നമുക്ക് സാറിനെ എത്രയും സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമൂഹത്തിനാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. കാരണം സാധ്യതകൾ നമ്മുടെയൊക്കെ കാലത്തിനൊക്കെ അപ്പുറത്ത് ഇന്ന് നിരവധി സാധ്യതകളാണ് പ്രൊഫഷണൽ കോഴ്സുകളിലും റിസർച്ച് കോഴ്സുകളിലും ഏത് മേഖലകളും ഒരു കുട്ടിയുടെ പാഷൻ അനുസരിച്ച് പോകാനുള്ളത്. ഏറ്റവും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടുത്ത കുട്ടികളെല്ലാം റിസൾട്ട് വന്നു കഴിഞ്ഞു. സാറ് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്. തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ ഇലക്ഷൻ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എടുക്കുന്ന തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർ 10th-ലാണ്. 10th കഴിഞ്ഞു. എല്ലാവരും A+, കുറേ ആൾക്കാർ A+, B+ എല്ലാം വാങ്ങിച്ചു. അപ്പോൾ ആ കുട്ടികളുടെ ഭാവി എവിടെ ഇരിക്കണം? തീർച്ചയായും. കാരണം ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിലൂടെ ഇവിടെ സഞ്ചരിക്കുകയായിരുന്നു. ഈ ഡിസ്കഷൻ, ഈ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളാണെങ്കിലും ശരി, പേരൻസ് ആണെങ്കിലും ശരി, പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ്. എന്നെ പല പേരൻസും വിളിക്കാറുണ്ട്. തീർച്ചയായിട്ടും സാറേ ഞങ്ങൾ എന്തെടുക്കണം, ആർട്സ് എടുക്കണോ? സയൻസ് സ്ട്രീമിൽ തന്നെ 2-3 ടൈപ്പ് ഉണ്ടല്ലോ, എന്തെടുക്കണം, എന്തെടുത്താലാണ് നല്ലത്? അപ്പം അങ്ങനെയെല്ലാം വരുമ്പോഴും നമുക്കൊരു ആലോചിച്ചപ്പോഴും, ഞാനും ശിവൻ സാർ ആലോചിച്ചപ്പോഴും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ സ്റ്റുഡൻസും പേരൻസും എന്തെല്ലാം ആലോചിക്കണം. ആ ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളോട് ചെയ്യേണ്ടതുള്ള ആവശ്യം ഉണ്ടായത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ സാർ, പലപ്പോഴും 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പം മെഡിക്കൽ ആവശ്യമുള്ള സബ്ജക്റ്റുകൾ എടുത്തില്ല. പക്ഷെ 12ാം ക്ലാസ് കഴിയുമ്പോഴാണ് ആ കുട്ടിയുടെ പാഷൻ മെഡിക്കൽ ആയിരുന്നു, അല്ലെങ്കിൽ ഈവൻ ലോ ആയിരുന്നു, അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിരുന്നു. +1 +2 ആ വേണ്ട സബ്ജക്റ്റ് എടുത്തില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ സമയം വളരെ തീർച്ചയായിട്ടും ഏറ്റവും ബേസ് എന്ന് പറയുന്നത് 11, 12 ക്ലാസ്സുകളിലാണ്. ആ സബ്ജക്റ്റുകളുടെ തിരഞ്ഞെടുപ്പാണ്. എന്താണ് നമ്മൾക്ക് മുമ്പിലുള്ളത്? നമുക്ക് സാർ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നു. നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ 10th റിസൾട്ട് വന്നു. നമ്മൾ റിസൾട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം ആലോചിച്ചിട്ടുണ്ട്. 10th റിസൾട്ട് എന്ന് പറയാം, യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 10th അല്ലേ? 10th കഴിഞ്ഞു. ഒരു സക്സസ് ജേർണിയുടെ ഏറ്റവും ഒരു പോയിന്റിലാണ് അവർ നിൽക്കുന്നത്. ബിഗിനിങ് എന്ന് പറയാം. തീർച്ചയായിട്ടും. ഇതുവരെ കോമൺ സക്സസ് ആയിരുന്നു. ഇനി ഇപ്പൊ ഇൻഡിവിജ്വൽ സക്സസ് ആണ്. കോമൺ സക്സസ് എന്ന് പറയാം 1 to 10 ഈസ് കോമൺ ഫോർ എവരി. തീർച്ചയായിട്ടും. കാരണം അവിടെ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ കുട്ടിയുടെ പാഷൻ, കുട്ടിയുടെ കഴിവ്, അതെല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ആ 10th കഴിഞ്ഞിട്ടാണ് ആ കുട്ടി എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് എത്തിപ്പെടേണ്ടത്, ആ കുട്ടിയുടെ ആംബിഷൻ എന്താ, തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ആംബിഷൻ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ, അതിന് നമുക്ക് എന്ത് ചെയ്യണം. ആ സക്സസ്സിലാണ് നമുക്ക് തിങ്ക് ചെയ്യുക, ഐഡിയ വരണം, ദെൻ ഐഡിയ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഡു അഗെയിൻ യു വിൽ ഗെറ്റ് സക്സസ്. ആ ഒരു സക്സസ് ജേണിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾ സക്സസ് ജേണിയുടെ ബിഗിനിങ്ങിലാണ് ഇരിക്കുന്നത്. സക്സസ് എപ്പോഴും അറിയാമല്ലോ സാർ. തീർച്ചയായിട്ടും. സക്സസ് നെവർ എൻഡ്സ്. ഒരിക്കലും സക്സസ് എൻഡ് ആവുന്നില്ല. ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി. ഇറ്റ് നെവർ എൻഡ്സ്. ഇറ്റ് ഈസ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. ബ്രില്യൻറ്റിന്റെ ശ്ലോകം അതാണ്. സക്സസ് ഈസ് എ ജേർണി, നോട്ട് എ ഡെസ്റ്റിനേഷൻ. യു ആർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സക്സസ്. അവിടെയാണ്. അപ്പോഴാണ് ഈ സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെയാണ് ഈ സക്സസ്സിലോട്ട് എത്തിച്ചേർന്നത്? നമ്മൾ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയത്? സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ജേർണിയുടെ, ഒരു സക്സസിൻ്റെ ഒരു ജേർണിയൊക്കെ സാറ് ഇപ്പം അനലൈസ് ചെയ്തിരിക്കുന്നത്. 6th കഴിഞ്ഞു, 7th, 8th, 9th, 10th. ഇതിന് പറ്റി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു, അതെല്ലാം മറക്കുക. നമ്മളിപ്പോൾ 10th കഴിഞ്ഞു. ഈ 10th-ലാണ് ഇരിക്കുന്നത്. ഇവിടെ അത് കഴിഞ്ഞിട്ടുള്ള സക്സസ് ആണ് ഇനി നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തീരുമാനിക്കാം എവിടെയാണ് വേണ്ടത്. ആദ്യം പറഞ്ഞ സക്സസ് 10th കഴിഞ്ഞിട്ടുള്ള സക്സസ്. ഇനിയുള്ള സക്സസ് ഫ്യൂച്ചർ സക്സസ് ആണ്. ഫ്യൂച്ചറിൽ നമ്മൾക്ക് എന്തെല്ലാം വേണം? മെഡിക്കൽ പോകാം, IITs പോകാം, NITs പോകാം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോകാം. ഈവൺ 10th കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഫോർഡ് വരെ പോകാം, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വരെ പഠിക്കാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം, ഐഡിയ വേണം. അവിടെയാണ് നമ്മൾ 11, 12 ക്ലാസ് 11, 12 എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്.
അതാണ് ഞങ്ങളുടെ മെയിൻ ടോപ്പിക്. വാട്ട് നെക്സ്റ്റ് ആഫ്റ്റർ 10th? 10th കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ശരി, എന്തെല്ലാം നോക്കണം, എന്തെല്ലാം ചെയ്യരുത്, എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, ഏറ്റവും കൂടുതൽ മേഖലകളിൽ തീർച്ചയായിട്ടും എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ്, ആ ഓപ്പർച്യൂണിറ്റീസ് പോയാൽ എന്തെല്ലാം കിട്ടും, ആ ഒരു ചെറിയ ഒരു അനാലിസിസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ സർ നോക്കിക്കോ, ആഫ്റ്റർ 10th മേജർ 4 ഡിവിഷനാണുള്ളത്. മേജർ 4 ഡിവിഷൻ. ദറ്റ് ഈസ് സയൻസ്, കോമേഴ്സ്, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റിക്സ്. ഈ 4 മേഖലകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് 10 കഴിഞ്ഞിട്ട് ഒരു കുട്ടിക്ക് പോകേണ്ട മേഖലകൾ. മേജർ ഡിവിഷൻ. തീർച്ചയായിട്ടും അതിൽ നമ്പർ 1 ആയിട്ട് വരുന്നത് സയൻസ് ആണ്. നമ്പർ 1 ഈസ് സയൻസ്. അവിടെ കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പോകാം, മെഡിക്കൽ പോകാം, പാരാമെഡിക്കൽ പോകാം, ഫാർമസ്യൂട്ടിക്കൽ പോകാം, കോർ സയൻസ് പോകാം, ദറ്റ് ഈസ് റിസർച്ച് പോകാം. ഈ സയൻസ് സ്ട്രീമിൻ്റെ ആ ഒരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് കോമേഴ്സ്. കോമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം BCom, ബാച്ചുലർ ഓഫ് കോമേഴ്സ് പോകാം, BBA, ദെൻ ചാർട്ടേഡ് അക്കൗണ്ട്, കമ്പനി സെക്രട്ടറി, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, BMS. ഇതൊരു ചെറിയ കോഴ്സാണ്. ഇനിയും സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ സയൻസും കോമേഴ്സും ആണ് മേജർ. ഓക്കെ. ദെൻ ആർട്സ് സബ്ജക്റ്റുകളിലോട്ട് നമുക്ക് നോക്കുകയാണെങ്കിലോ, ഒരു കുട്ടിക്ക് ലോയിലായിരുന്നു താല്പര്യം, അയാളുടെ കൊച്ചിലുള്ളൊരു പാഷൻ അതനുസരിച്ചാണ് നമുക്ക് തിരിച്ചറിയാൻ ഇപ്പോഴേ സാധിച്ചാൽ നമ്മളുടെ തിരഞ്ഞെടുപ്പ് അതനുസരിച്ചായിരിക്കണം. ലോ, ഫൈനാൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, ഏത് മേഖലയിലോട്ടും പോകാനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം ആർട്സിൻ്റെ സബ്ജക്റ്റുകൾ. ഇനി ഹ്യൂമാനിറ്റിക്സ്, സോഷ്യോളജി, സൈക്കോളജി, അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് എക്സെട്ര, ആ ഒരു മേഖലയിലാണ് നമ്മളുടെ പാഷനേറ്റ് എങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ളതാണ്. അപ്പം മേജർ 4 ഡിവിഷനുകൾ മാത്രമാണ് ഞങ്ങളിവിടെ അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സാധ്യതകളും ഒരു ജേണിയെക്കുറിച്ചും നമുക്ക് ഒരു വിൻഡോയും കൂടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കൂ, മേജർ ഡിവിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സയൻസ്, കോമേഴ്സ്, ആർട്സ്, വൊക്കേഷണൽ കോഴ്സ്, ഇൻസ്ട്രക്ടർ. ഓക്കെ. ഈ നമ്പർ 1 ഈസ് വരുന്നത് സയൻസ്. സയൻസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പോകാം, മെഡിക്കൽ, ആർക്കിടെക്ചർ, ബയോടെക്നോളജി, ഫാർമസി. ഇത് ഇവിടെ മേജറാണ്. മൈനറായ ഒരു കുട്ടി സയൻസ് സ്ട്രീം എടുത്തെന്ന് വെച്ചോ, സയൻസ് സ്ട്രീം എടുത്തു. സയൻസ് സ്ട്രീമിൽ തന്നെ 2 മേജർ സ്ട്രീമുണ്ട്. MPCB എന്ന് പറയും, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ, ഓൾസോ റിസർച്ച്. ഏത് മേഖലകളിലും അവിടെയാണ് ഏറ്റവും MPCBയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, കൃത്യമായല്ലോ. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആണെങ്കിൽ നമുക്ക് എഞ്ചിനീയറിംഗ് മേഖലകളെല്ലാം ഓപ്പൺ ആണ്, മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം ഓപ്പൺ ആണ്, റിസർച്ചിൻ്റെ മേഖലകളെല്ലാം ഓപ്പൺ ആണ്. അപ്പം ഇതിൽ നിന്നും നമുക്ക് ഏത് മേഖലകളിലോട്ടും പോകാനുള്ളൊരു, ആ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ പഠിക്കാം. തീർച്ചയായിട്ടും ഇത് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ഇതാണ്. CA പോകാം, BCom പോകാം, BA പോകാം, ഈവൻ ലാ പോകാം. ഈ 1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഓൾ ദീസ്. ഓക്കെ. നമുക്ക് ഇനി പ്യുവർ സയൻസ് ആണെങ്കിൽ BA, BSc, BCom, ഏത് മേഖലകളിലോട്ടും നമുക്ക് സയൻസിൽ നിന്ന് പോകാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് നമുക്ക് തിരഞ്ഞെടുപ്പ് സയൻസ് ആണെങ്കിൽ +2 ശേഷമുള്ള മേഖലകൾ അത്രത്തോളം ഓപ്പൺ ആണ്. ഇവിടെ നമ്മൾ എഞ്ചിനീയറിംഗ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. മെഡിക്കലാണ് നമുക്ക് വേണ്ടത്, നീറ്റാണ് വേണ്ടതെങ്കിലോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായിരിക്കണം. അതുമാത്രം നിങ്ങൾ ഓർത്താൽ മതി. അതിനുശേഷമുള്ള ഏത് മേഖലകളിലോട്ടാണെങ്കിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ, ഫിസിയോളജിയോ സൈക്കോളജി, ഏത് വേണമെങ്കിലും. ഈ 1 എന്ന് പറഞ്ഞാൽ ഇത് 4ന് അപ്ലിക്കബിൾ ആണ്. ഈ 1ന്റെ ഇമ്പോർട്ടൻസ് വളരെ ക്രൂഷ്യൽ ആണ്. ഇത് ഏത് മേഖലയ്ക്കും പോകാന്നുള്ള ഒരു ഗ്രൂപ്പാണ് ഈ സയൻസ് സ്ട്രീം. അത് കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ, ഇപ്പൊ സപ്പോസ് എനിക്ക് മെഡിക്കൽ താല്പര്യമില്ല, അല്ല എഞ്ചിനീയറിംഗ് പറ്റില്ല, ഗോ ഫോർ CA. അവിടെ നമുക്ക് ടേൺ ചെയ്യാനുള്ള സ്കോപ്പ് ഇവിടെ ഉള്ളൂ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സപ്പോസ് ഒരു കോമേഴ്സ് എടുത്ത ഒരു പയ്യൻ, അവന് ഫ്യൂച്ചറിൽ മെഡിക്കൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല, എഞ്ചിനീയറിംഗ് പോകാൻ പറ്റില്ല, ഈവൻ ITI പോകാൻ പറ്റില്ല, പോളിടെക്നിക് പോകാൻ പറ്റില്ല. പക്ഷേ പാഷനേറ്റ് ആണെങ്കിൽ ഇന്ന സാധനങ്ങൾ ഉണ്ട്, തീർച്ചയായിട്ടും ആ ചാൻസുകളുണ്ട്. അവിടെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്, ഫ്യൂച്ചറിലെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. അതാണ് നമുക്ക് തീർച്ചയായിട്ടും. ദെൻ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് നോക്കുകയാണെങ്കിൽ ലോ, ഇനി ലാംഗ്വേജുകൾ പഠിക്കണം, ഫൈനാൻസ് പഠിക്കണം, സോഷ്യൽ വർക്ക് പഠിക്കണം, യാതൊരു കുഴപ്പവുമില്ല. നമുക്ക് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ഏത് സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും ആ മേഖലയിലേക്ക് നമുക്ക് +2 ശേഷം കടന്നു ചെല്ലാം. അപ്പോൾ കൊമേഴ്സും ആർട്സും നമുക്ക് വ്യക്തമായിട്ടും അതിൻ്റേതായ മേഖലകളിൽ നമുക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ മറ്റൊരു മേഖലയിലോട്ട് പോകുമ്പോൾ തീരും, ലിമിറ്റഡ് ആണെന്നുള്ളത് ഓർക്കുക. പക്ഷേ ചാൻസുകളില്ലാതല്ല,
അതിൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഉണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തവുമാണ്. സർ, ലാസ്റ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. വെക്കേഷണൽ കോഴ്സ് ഈസ് റിലേറ്റഡ് ടു ITI ഉണ്ട്, ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ITI. അത് ഒരു 6 മാസത്തെ കോഴ്സ് ഉണ്ട്, 1 ഇയർ കോഴ്സ് ഉണ്ട്, 2 ഇയർ കോഴ്സ് ഉണ്ട്. ആ ITI പഠിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രിയിൽ പോളിടെക്നിക്കിൽ ചേരാം. ഡിപ്ലോമയ്ക്ക് നമുക്ക് +2 കഴിഞ്ഞാൽ ലാറ്ററൽ എൻട്രി ചേരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് SLC കഴിഞ്ഞിട്ട് പോളിടെക്നിക്കിൽ വേണമെങ്കിൽ ചേരാം നമുക്ക്. അതുകൊണ്ട് ദെൻ വെക്കേഷൻ എന്ന് പറയാ വെക്കേഷണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഹയർ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയും ചേർന്ന് പോളിടെക്നിക് വരാം, പിന്നെ എഞ്ചിനീയറിംഗ്. ഇവിടെ എല്ലാം വരുമ്പോൾ നമുക്ക് ലോസ് ഓഫ് ഇയേഴ്സ് വരും. ശരിയാണ്. ലാറ്ററൽ കൂടെ കയറുകയാണെങ്കിൽ നമുക്ക് 1-2 കൊല്ലം നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 1ന്റെ വലിയൊരു സാധ്യതകൾ നിലനിൽക്കുന്നത്. കാരണം ആ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനമായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ ഒരു 1 എടുത്തു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും പ്രയോജനം ഉണ്ടാകും. ആ കുട്ടി ഏത് ഫ്യൂച്ചറിൽ ജോബ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നമുക്ക് എൻട്രൻസ് ടെസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോഴും അവിടെയും മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് എല്ലാം വരുന്നത് മാത്സ് ബേസ്ഡ് ആണ്. അതവിടെ എല്ലാം കാരണം ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടം ഇനി വരാൻ പോകുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും അധികം സാധ്യതകളാണ്. +2 ശേഷം ഒരു കോമ്പറ്റീവ് എക്സാമിനേഷനിലൂടെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് എന്താണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സാർ, ഈ പ്രൊഫഷണൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കോർ സബ്ജക്റ്റുകളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ഈ സയൻസ് സ്ട്രീമിൽ ഒരു സാധ്യതകൾ ഡെഫിനറ്റ്ലി അതല്ലേ കൂടുതൽ. എഞ്ചിനീയറിംഗിൽ തന്നെ എന്തെല്ലാം എഞ്ചിനീയറിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും സാധ്യതകൾ എഞ്ചിനീയറിംഗ് ഉണ്ട്, നോൺ കോർ ഉണ്ട്, സ്പേസ് എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ, എയറോസ്പേസ്, പുതിയതായിട്ട് വന്നിരിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡാറ്റാ സയൻസും എല്ലാം ബേസ്ഡ് ഓൺ പ്യൂർലി മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ആണ്. അപ്പോൾ പേരൻസും സ്റ്റുഡൻസും ഒന്ന് തിങ്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും. കാരണം ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ UPSC എക്സാമുകൾ, പബ്ലിക് സർവീസ് കമ്മീഷൻ, അല്ലെങ്കിൽ ഇൻഷുറൻസ് മേഖലകൾ, ഈ PF ഏത് മേഖലകളാണ് സെക്ടറിൽ പോലും ഇപ്പോൾ പല ഓഫീസേഴ്സും എല്ലാം എഞ്ചിനീയേഴ്സാണ്. തീർച്ചയായിട്ടും ആ ഒരു എല്ലാം കോമ്പറ്റീഷൻ വഴി കയറുന്നത് എഞ്ചിനീയേഴ്സ് ആർ ഹാവിംഗ് മാത്സ് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ആ ഒരു സ്ട്രീം പേരൻസും സ്റ്റുഡൻസും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഞങ്ങൾ ഒരിക്കലും അല്ല. കാരണം ഇവിടെ എല്ലാ സാധ്യതകളില്ല എന്ന് പറയില്ല, എല്ലാത്തിലും അതിന്റെ സാധ്യതകൾ നിരവധിയുണ്ട്. ഈവൻ ഇൻസ്ട്രക്ടർ നോക്കൂ, നമുക്ക് പോസ്റ്റ് സെക്കൻഡറി ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ ലെവൽ ടീച്ചേഴ്സ് എല്ലാം ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. സ്കൂൾ കൗൺസിലർ 1 ഇയർ കൗൺസിലിംഗ് കോഴ്സ് ഉണ്ട്, അതെല്ലാം ഈ SLC കഴിഞ്ഞിട്ട് വരാം. ബട്ട് അതെല്ലാം അവിടെ ഒരു ഡെഡ് എൻഡ് ആയിട്ട് കിടക്കും. ഫ്യൂച്ചറിൽ ആ ഒരു ഫ്യൂച്ചർ ഒരു ലെങ്തി കോഴ്സ് അല്ല, അതല്ല അവിടെ ഒരു ഡെഡ് എൻഡ് ആയിട്ട്. അവിടെ ഈ ഒരു 1 പഠിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാത്തിലും കയറാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ആകുക. പ്രത്യേകത 1 ഈസ് ഫോർ ഓൾ സ്ട്രീംസ്, എലിജിബിൾ ഫോർ ഓൾ സ്ട്രീംസ്. നമുക്ക് ഒരു നല്ലൊരു ഗ്രാജുവേറ്റ് ആവുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തിരഞ്ഞെടുപ്പ് ഏത് വേണം എന്നുള്ളതാണ് സാർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നത്. അതിൽ നിങ്ങൾക്ക് പിന്നെ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിസർച്ച് മേഖലകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ +2 ശേഷം ഏത് മേഖലകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഡിഗ്രിക്ക് ശേഷം അനന്തമായ സാധ്യതകളാണ് ഇനിയുള്ള ഒരു 2028-30 കാലഘട്ടങ്ങളൊക്കെ. അവിടെ നമുക്ക് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് അവിടെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാം. ശരി 2020 പുതിയ പോളിസി അനുസരിച്ച് ഒരു കുട്ടി മാത്സ് പഠിക്കുകയാണെങ്കിൽ, മാത്സിൽ വീക്ക് ആണെങ്കിൽ ആ മാത്സ് മാറ്റിയിട്ട് ഫിസിക്സ് എടുക്കാം. ആ ഫിസിക്സ് താല്പര്യമില്ലെങ്കിൽ നേരെ കെമിസ്ട്രി എടുക്കാം, ഒന്നുമില്ലെങ്കിൽ മ്യൂസിക് എടുക്കാം. ഇഷ്ടം പോലെ ഡൈവേഴ്സിഫിക്കേഷൻ വരുന്നുണ്ട്. ബട്ട് അത് സയൻസ് സ്ട്രീമിൽ എടുത്ത കുട്ടികൾക്ക് കൂടുതൽ മറ്റുള്ള സ്ട്രീം കുറച്ച് കാണുന്നില്ല. സയൻസ് സ്ട്രീം ആണെങ്കിൽ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഇതെല്ലാം ലിങ്ക്ഡ് ടു ഓൾ. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ പേരൻസ് ഒരു കാര്യം ആലോചിക്കുക, കുട്ടികളുടെ ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. കുട്ടികളുടെ ഇൻട്രസ്റ്റിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. ആ കുട്ടികളുടെ ഇൻട്രസ്റ്റ്, പാഷൻ, എത്രത്തോളം എഫേർട്ട് എടുക്കും. കാരണം തീർച്ചയായിട്ടും ഒരു എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് തന്നെ വേണം നമ്മളുടെ ഈ തിരഞ്ഞെടുപ്പുകൾ. കാരണം എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള എന്താണ് സാധ്യതകൾ എന്നുള്ളത് വ്യക്തമായി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാം. കൊമേഴ്സ് ആണെങ്കിലും CA, BCom, കമ്പനി സെക്രട്ടറി, BBA, ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഏത് മേഖലകളിലോട്ട് നമുക്ക് പോകാനുള്ള സാധ്യത. പക്ഷേ ആ ഒരു എൻഡിലാണ്, ആ ഒരു എൻഡ് നിങ്ങൾ നോക്കിയിരിക്കണം എന്ന് മാത്രം. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, വൊക്കേഷണൽ കോഴ്സസ്, ഇൻസ്ട്രക്ടർ, ഏതിലോട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനാണെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷേ ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴും കൂടുതൽ സയൻസ് സ്ട്രീമിനായിരിക്കും എന്നുള്ളതും കൂടിയാണ് നമ്മൾ വ്യക്തമായി പറയുന്നത്. പേരൻസ് ആൻഡ് സ്റ്റുഡൻസ്, ഇൻ യുവർ ലൈഫ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എവറിത്തിങ് ഈസ് പോസിബിൾ. ഇമ്പോസിബിൾ എന്ന് പറയുക IMPOSSIBയിൽ ആ ഒരു ലെറ്റർ മാറ്റിക്കഴിഞ്ഞാൽ
എവറിത്തിങ് ഈസ് പോസിബിൾ. ജീവിതത്തിൽ അതാണല്ലോ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എവറിത്തിങ് ഈസ് പോസിബിൾ. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2028-30 കാലഘട്ടങ്ങൾ ഈ പറയുന്ന ചാൻസുകളുടെയും അല്ലെങ്കിൽ NIT-കളോ IIT-കളോ മെഡിക്കൽ പ്രൊഫഷണലോ ഒക്കെ അപ്പുറത്ത് pumping so much amount to research field, engineering field, technology development, artificial development എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് എന്ത് വിചാരിച്ചാലും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഹാർഡ് വർക്കാണ്. തീർച്ചയായിട്ടും എവറിത്തിങ് ഈസ് പോസിബിൾ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നിങ്ങൾ 2 ലെറ്റർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് 3 T ആണ് ഞാൻ തരുന്നത്. ട്രൈ ഫോർ ഫ്യൂച്ചർ, ട്രൂ ഫോർ യുവർ വർക്ക്, ട്രസ്റ്റ് ഇൻ ഗാഡ്, ദെൻ സക്സസ് വിൽ ബി ഇൻ യുവർ ഹാൻഡ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. കാരണം സക്സസ് ആയിട്ടുള്ള ഒരു പേരൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മളിത് കേൾക്കുന്നത്. ഒരു IIT ആണെങ്കിലും ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിലും അവനവൻ്റെ കുട്ടികളെ എത്തിച്ച് ആ ഒരു തീരുമാനം എടുക്കുന്നതിന് ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഡോക്ടർ വെങ്കടേഷൻ സാറാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. +1 +2ൻ്റെ തിരഞ്ഞെടുപ്പ് അത് ഏത് മേഖലകളിലോട്ട് വേണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. സയൻസ് സ്ട്രീമോ കൊമേഴ്സ് സ്ട്രീമോ ഹ്യൂമാനിറ്റീക്സോ അതിന് ഏറ്റവും ഇപ്പോഴാണ് നല്ല. തീർച്ചയായിട്ടും. കാരണം +2-ന് ശേഷം ഇന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതുന്ന ധാരാളം കുട്ടികളെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ലോസ് ഓഫ് ഇയേഴ്സ്, നമ്മുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് എത്രത്തോളം എഫേർട്ട് എടുത്തു കഴിഞ്ഞാലും ഒരു പക്ഷേ ഏറ്റവും മുൻപന്തിയിലോട്ട് വരാനായിട്ടും സാധിക്കില്ല. അതിന് പകരം അവനവൻ്റെ പാഷനായിട്ടുള്ളതിനെ ഒന്ന് കണ്ടുപിടിക്കുവാനും എത്രത്തോളം എഫേർട്ട് എടുക്കാൻ സാധിക്കുമെന്നുള്ളതും നമുക്കൊന്ന് തീരുമാനിക്കാൻ സാധിച്ചാൽ തീർച്ചയായും വിജയം നമുക്കുള്ളതാണ്. അതോടൊപ്പം തന്നെ എവറിത്തിങ് ഈസ് പോസിബിൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. ബ്രില്യൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലേ, തീർച്ചയായിട്ടും ഇവരെ ഒരു ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് അല്ലേ, തീർച്ചയായിട്ടും ഏത് മേഖലകളിലാണെങ്കിലും നമുക്ക് പറ്റും. നമുക്ക് ഇവിടെ ഒരു എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, പ്രൊഫഷണൽ, അല്ലെങ്കിൽ റിസർച്ച് മേഖലകൾ, ഏത് മേഖലകളിലോട്ട് നിങ്ങൾക്ക് കടന്നു ചെല്ലാനാണെങ്കിലും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ നിങ്ങൾക്ക് വിശ്വസിച്ച് ആ കുടുംബത്തിലൊരു അംഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് ഏറ്റവും നല്ലൊരു വഴികാട്ടിയാകാനായിട്ട് ഞങ്ങൾക്കും സാധിക്കും. അപ്പോൾ തിരഞ്ഞെടുപ്പ് അത് നിങ്ങളുടേതാണ്. നിങ്ങളുടെ കുട്ടിയുടെ പാഷൻ അനുസരിച്ച് ആത്മാർത്ഥമായിട്ട് തിരഞ്ഞെടുക്കുക. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.